നമസ്കാരം. ആരോഗ്യം അവബോധം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജെറിൻ ജോസഫ് അച്ഛനോടും മർത്തമറിയം വനിതാ സമാജം അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞ് കഥയിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കല് ഒരു ഗുരു തൻ്റെ ശിഷ്യരോട് ചോദിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിന് അവര് നൽകിയ മറുപടി, ആദ്യത്തെ ആള് പറഞ്ഞു പണമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. രണ്ടാമത്തെ ആള് പറഞ്ഞു കുടുംബമാണ് ഏറ്റവും വലുത് എന്നുള്ളത്. മൂന്നാമത്തെ ആള് പറഞ്ഞു അവരോട് പറഞ്ഞു, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്, പക്ഷേ ആരോഗ്യമാണ് അതിനെല്ലാത്തിനും അപ്പുറമായിട്ട് നമുക്ക് വേണ്ടത് എന്നുള്ളത്. എത്ര വലിയ ധനവാനാണെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അതേപോലെ നമ്മുടെ സമയം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിലും നമുക്ക് ആരോഗ്യം കൂടിയേ തീരും. അത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടെ നമുക്ക് വേണം. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ ആയാലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷിഗല്ല, മലമ്പനി, എലിപ്പനി, നിപ്പ, വൈറൽ ഫീവർ. ഇതൊക്കെ മഴക്കാലം ആയതോടുകൂടെ കൂടുതൽ വ്യാപിക്കുകയാണ്. അപ്പൊ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇതിനൊന്ന് പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ? അപ്പൊ അതിനാദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രതിരോധം കൂട്ടുക എന്നുള്ളതാണ്. പറയുന്ന പിന്നിലേക്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കാം. നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം. അതിൽ വൈറ്റമിൻ സി ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധം ഏറ്റവും കൂടുതൽ തരുന്നത് എന്നാ പറയാം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആവുന്നത് നമ്മുടെ ചെറുനാരങ്ങ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെറുനാരങ്ങ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അത് ലെമൺ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞിട്ടോ എങ്ങനെയായാലും നമ്മൾ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഓക്കെ. അതേപോലെ തന്നെ ഇഞ്ചി നമുക്ക് നമ്മുടെ ആഹാരത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്താൻ. അതുപോലെ തന്നെ നല്ല പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, മുട്ട, മത്സ്യം. ഇപ്പൊ നോമ്പിലൂടെ കടന്നു പോവാണ്, അപ്പോഴും നമുക്കിപ്പോ മുട്ട, മത്സ്യം ഇല്ലെങ്കിൽ പോലും പനീർ, ബട്ടർ, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ ആരോഗ്യത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നല്ല ആഹാരത്തിലൂടെ നമുക്ക് പ്രതിരോധം കിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെള്ളം കുടിക്കാം. ഒരു 7-8 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം. അത് ഇപ്പൊ പ്രത്യേകിച്ചും തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫിൽറ്റർ കുടിക്കാം, തെറ്റില്ല, പക്ഷെ ആ ഫിൽറ്ററിന്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മൾ കടകളിലായാലും പൊതു സമൂഹത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിൽറ്റർ ക്യാനുകൾ ഉണ്ട്, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാനുകൾ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ ആ കമഴ്ത്തി വെക്കുന്ന പോർഷൻ ഇല്ലേ, ആ ഒരു ജാറ്, അത് മാത്രമാണ് മാറി മാറി വരുന്നുള്ളൂ. അതിന്റെ ബേസ് ഒരു ക്യാൻ ഉണ്ട്, അത് അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ നമ്മൾ ഈ ക്യാൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ ബേസ് പോർഷനിലുള്ള ക്യാനും കൂടെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ക്ലീൻ ചെയ്ത് നമ്മൾ വെയിലത്ത് വെക്കണം. വെറുതെ കഴുകിയതുകൊണ്ട് മാത്രമാവില്ല, അത് വെയിലത്തും കൂടെ വെച്ചെങ്കിൽ മാത്രമേ അതിലുള്ള സൂക്ഷ്മ ജീവികൾ നശിച്ചു പോവുള്ളൂ. എന്നിട്ട് വെള്ളം കുടിക്കാം. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഉറങ്ങാം. ഒരു 7-8 മണിക്കൂർ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മളെ പ്രതിരോധം ശക്തമാവുള്ളൂ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആവുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മസിൽസ്, നമുക്ക് എനർജി വേണ്ടേ, ആ ഓടാനും ചാടാനും ഉള്ള നമ്മുടെ മസിൽസ് ഒക്കെ റിപ്പയറിങ് നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. നമ്മുടെ നാഡീ ഞരമ്പുകൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഉറക്കത്തിലാണ്. അപ്പൊ 7-8 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മൾ ഉറങ്ങണം. പിന്നെ ചെറു വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് രക്തയോട്ടം കൂടും, നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സെൽസ് ഒക്കെ പോവാനായിട്ട് സഹായിക്കും. എളുപ്പല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളേ ഉള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാം. പിന്നെ നമ്മുടെ വീടുകളിലും നമുക്ക് വ്യക്തിപരമായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളെ ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റും. അതിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു.
ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് പഴകിയ ഭക്ഷണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, അത് നമ്മൾ കളയേണ്ട മടിക്ക് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റും. അങ്ങനെ നമ്മൾ കഴിക്കരുത്. ഇനിയിപ്പോ 1-2 ദിവസം, ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് അടച്ച് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അസുഖങ്ങൾ വന്നു, ഇപ്പൊ ചെറിയൊരു മഴച്ചാറിലൊക്കെ കൊണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഒരു തുമ്മല്, ഒരു ചുമയൊക്കെ വരും. അപ്പൊ നമ്മൾ ദയവായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മാസ്ക് വെക്കാന്നുള്ളതാണ്. കാരണം നമുക്ക് അസുഖം വരുന്നത് മാത്രമല്ല, നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ കാരണം മറ്റൊരാൾക്കും കൂടെ ആ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കാം. അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കാം. മാസ്കിന്റെ കാര്യം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. കാരണം മാസ്ക് ഇന്നിപ്പോ നമുക്ക് ആർക്കും ഒരു വലിയ സാധാരണ നമ്മൾ ഡോക്ടേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ മാസ്ക് വെച്ച് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പൊതുജനങ്ങളുടെ ഇടയിലും കൊറോണയ്ക്ക് ശേഷം നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിലും മാസ്ക് സൂക്ഷിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അതില് പല ആൾക്കാരും തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തീരെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കാം. പക്ഷെ അതും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമുക്കറിയാം കറുപ്പും നീലയും നിറത്തിലുള്ള ഡിസ്പോസ് ആയിട്ടുള്ള മാസ്ക് കിട്ടും. അത് ഒരു കാരണവശാലും നമ്മൾ കഴുകിയിട്ട് വീണ്ടും എടുത്ത് ഉപയോഗിക്കരുത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആവശ്യത്തിന് ശേഷം കളയാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം മാത്രമാണ് നമുക്ക് ആ മാസ്ക് പാടുള്ളൂ. അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. കാരണം അതിലും നമ്മുടെ ഈ ഓർഗാനിസംസ്, ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാവും. അത് മറ്റൊരാളിലേക്ക് പകരാനും നമ്മളായിട്ട് ഇടവരരുത്. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കല്ലോ. പിന്നെ നമ്മളെ പോലെ തന്നെ നമ്മുടെ പരിസരം ശ്രദ്ധിക്കാം. നമ്മളിപ്പോ മഴക്കാലാണ്, ചെളിവെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ചെളിവെള്ളം നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ ഈ എലി പോലെയുള്ള കുറെ ആൾക്കാരുടെ മൂത്ര വിസർജനം അതിലുണ്ടാവും. നമ്മള് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മള് ഈ ചെരുപ്പൊന്നും ഇടാതെ നമ്മള് വെറും കാലിൽ ഇങ്ങനെ നടക്കുവാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലിൽ ചെറിയ മുറിവുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം എന്നില്ല. അപ്പൊ അതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂക്ഷ്മജീവികൾ ഈ കാലിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് കയറി പോവാണ് ചെയ്യണത്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കാം. പിന്നെ വ്യക്തി ശുചിത്വം. നമ്മൾ പാചകം ചെയ്യുന്നതിന് മുൻപ് എന്തായാലും കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്നതിന് ശേഷം. കാരണം അത് നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ പല ടോയ്ലറ്റുകളും ചിലപ്പോൾ നീറ്റ് ആവണം എന്നില്ല. അവിടെ ഈ സോപ്പും കാണില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ഒരു സോപ്പൊക്കെ നമ്മുടെ കയ്യിൽ വെക്കാം. അതാവുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഉപയോഗിച്ച് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്തരം അസുഖങ്ങളെ നമുക്ക് ചെറുത്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റും. ഇനി ഒരു അസുഖങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവോ? ഇല്ല. 1-2 ദിവസങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കുറച്ച് കുറുക്ക് വൈദ്യമൊക്കെ നമ്മൾ നോക്കും അല്ലെ. അത് തെറ്റാന്ന് ഞാൻ പറയണില്ല. പക്ഷെ 1-2 ദിവസങ്ങളൊക്കെ നമ്മൾ അത് നോക്കാം. ഇപ്പൊ നമുക്കൊരു പനി വന്നു. ആ പനി വരുമ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ നോക്കുക പനി കുറയുന്നുണ്ടോ എന്നുള്ളത്. അത് കുറയുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ കൂടി വരികയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവുക. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ അസുഖങ്ങളിലും പനി തന്നെയാണ് ഒരു കാരണം. അത് പലതരത്തിലുള്ള പനിയായിട്ട് മാറാം. അപ്പൊ രോഗനിർണയം വളരെ പ്രധാനമാണ് ഈ ഒരു ഘട്ടത്തില്. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാ. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രോഗം വന്ന ലക്ഷണങ്ങൾ എല്ലാം സത്യസന്ധമായിട്ട് ആ ഡോക്ടറെ അടുത്ത് പറയാറുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടർ ചിലപ്പോൾ നമ്മൾ രോഗം നിർണയിച്ച് നമുക്കൊരു ആന്റിബയോട്ടിക്സ് തരും. നമ്മൾ 2 ദിവസം നോക്കും. പിന്നെ നമുക്ക് തോന്നും ഈ മരുന്ന് വെച്ചിട്ട് വലിയ കാര്യമില്ല, നമുക്ക് അതങ്ങോട്ട് നിർത്താം. ആന്റിബയോട്ടിക്സ് പ്രത്യേകിച്ച് നമുക്ക് നിർത്താം എന്ന് തോന്നും. അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറുന്നില്ലെങ്കിൽ വീണ്ടും 2ാമത്തെ ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യമായിരിക്കും. ഈ 2ാമത്തെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യത്തെ ഡോക്ടറെ കണ്ട കാര്യം പറയില്ല. നമ്മളൊരു അസുഖം വന്നിട്ട് ആ ഡോക്ടറെ കണ്ടില്ലല്ലോ, മറ്റേ ഡോക്ടറെ അടുത്തല്ലേ പോയേ, ഇനി നമ്മൾ കാരണം ആ ഡോക്ടർക്ക് ഒരു വിഷമാവണ്ട എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ആദ്യം ഡോക്ടറുടെ കാര്യം അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക?
നമുക്ക് ആ ഡോക്ടർക്ക് വിഷമം ഒന്നും വിചാരിക്കില്ല. പക്ഷെ ആ ഡോക്ടർക്ക് നമ്മൾ ആ കാര്യം പറഞ്ഞ 1-2 കാര്യങ്ങൾ ആ ഡോക്ടർക്ക് മനസ്സിലാവും. നമ്മുടെ പനി എവിടെ നിന്ന് തുടങ്ങി, എത്ര നാൾ നീണ്ടു നിന്നു, ഈ ആന്റിബയോട്ടിക് കഴിച്ചിട്ടും ആ ആൾക്ക് അതിൽ കുറവൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഡോക്ടർക്ക് മനസ്സിലാവും. മരുന്ന് മാറ്റി എഴുതാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും മരുന്നിന് മുന്നേ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതും തുറന്നു പറയാം. ഓക്കെ, നമ്മൾ പലപ്പോഴും ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊന്നും ചെയ്യില്ലായിരിക്കും. ഞാൻ കുറെ കഥകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. ഡയബറ്റിസ് മെല്ലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ എന്നൊക്കെ പറയും. വളരെ കോമൺ ആയിട്ട് പറഞ്ഞ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. ഞാൻ ഉൾപ്പെടെ നമുക്ക് അറിയാത്തോണ്ട് നമ്മൾ അസുഖം വരുത്തുന്നതല്ല, നമ്മുടെ അശ്രദ്ധ, നമ്മുടെ മടിയായിട്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന അസുഖങ്ങളാണ്. അപ്പൊ നമുക്കത് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ നമ്മുടെ ഡയറ്റിൽ തന്നെ നമ്മുടെ ഒരുപാട് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാം. അതുപോലെ തന്നെ ഉപ്പ്, മൈദ, എണ്ണ നല്ലത് തന്നെയാണ്. പക്ഷെ എണ്ണയുടെ ഉപയോഗം അനുസരിച്ചായിരിക്കും ഇത്തരം അസുഖങ്ങൾ വരും. ഒരുപാട് എണ്ണ റീയൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ പപ്പടം കാച്ചും, അത് കഴിഞ്ഞാൽ കായ വറക്കും, അത് കഴിഞ്ഞ് ചക്ക വറക്കും, പിന്നെ അത് വെച്ചിട്ട് തന്നെ മീനും കൂടെ വറക്കും. പിന്നെ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആവർത്തിച്ച് നമ്മളെ എണ്ണ ഉപയോഗിക്കാതിരിക്കുക. അത്തരം കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. 6 മാസമൊക്കെ കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ അവിടെ തന്നെ നോർമൽ വാല്യൂസ് കാണിക്കും അല്ലെ, ലാബ് റിപ്പോർട്ടിൽ. അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കാണാം. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ അടുത്തത് നമ്മുടെ വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. നമ്മൾ ഏറ്റവും അശ്രദ്ധയോടെ വിട്ടുകളയുന്ന ഒരു മേഖല കൂടിയാണ് അത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കും, പല്ല് തേക്കും, അതോടുകൂടെ നമ്മുടെ ദന്ത സംരക്ഷണം കഴിഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ പോകുന്നത് അത്രയും സഹിക്കാൻ വയ്യാതെ നമുക്ക് കിടക്കാൻ പോലും പറ്റാതെ നമുക്ക് വല്ല പല്ലുവേദന വരുമ്പോഴായിരിക്കും അല്ലെ. പല്ലുവേദന വന്നു, നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് വേര് വഴി ചികിത്സ, റൂട്ട് കനാൽ ചെയ്യാം, അല്ലെങ്കിൽ പല്ല് പറിക്കാം. എന്തായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക? പറിക്കാം. നമുക്ക് 2 കൈയെ 2 കാലേ ഉള്ളൂ. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് 32 പല്ലുണ്ട്. അപ്പൊ 1-2 പോയാലും കുഴപ്പമില്ല. ഒരു പല്ല് പറിക്കേണ്ട അടുത്ത് വേണമെങ്കിൽ 2 പല്ല് പറിച്ചോളൂ നമുക്ക് വളരെ കൂളായിട്ട് നമ്മൾ പറയും അല്ലെ. അപ്പൊ അതങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഒരു പല്ല് പറിച്ചാല് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബസ്സിലെ ലോങ് സീറ്റില്, ലേഡീസിന്റെ ലോങ് സീറ്റില്, അവിടെ നമ്മളിങ്ങനെ എല്ലാവരും അടക്കി ഒതുക്കി അങ്ങിരിക്കും. ഒരാളെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ വേറൊരാള് വന്ന് ഇരിക്കാനില്ലെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ പല്ലുകളും. അവരിങ്ങനെ നേരെ ഒപ്പിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ ഈ താഴത്തെ ഒരു അണപ്പല്ല് പറിച്ചാല് ആ തൊട്ടും അടുത്ത 2 പല്ലുകൾ ഉണ്ടായിരിക്കുമല്ലോ, അവർ ആ സ്ഥലം കിട്ടിയതല്ലേ, ചുമ്മാ കളയോ? അവരങ്ങ് നിരന്ന് കയറിയിരിക്കും. അതേപോലെ തന്നെ മുകളിലെ പല്ല് താഴ്ത്തോട്ട് ഇറങ്ങി വരും. നമ്മുടെ പല്ലുകളുടെ ക്രമം തെറ്റും. അതപ്പോ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കടിക്കാൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് പറ്റില്ല. അത് പിന്നെ ഭാവിയിൽ ഈ ടെമ്പോറോ മാൻഡിബുലാർ ജോയിന്റ് ഉണ്ട്, നമ്മുടെ താടി എല്ലും നമ്മുടെ തലയിലുള്ള എല്ലും കണക്ട് ചെയ്യുന്ന ഈ ടെമ്പോറോ മാൻഡിബുലാർ ജോയിന്റ് ഉണ്ട്, അവിടെ വേദന വരും. ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ ശബ്ദം ചിലപ്പോൾ നമ്മൾ വായ തുറക്കുമ്പോൾ ഉണ്ടാവും. അതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ പല്ല് പറിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അധികം ലേറ്റ് ആക്കാതെ ഒരു വെപ്പ് പല്ല് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു 5-6 വർഷം കഴിഞ്ഞു അന്ന് നമുക്ക് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം സമയം കഴിഞ്ഞു. നമ്മുടെ ഈ പല്ലുകളുടെ ക്രമം തെറ്റും, മാത്രമല്ല എല്ല് തേയ്മാനം വരും ചെയ്യും. അപ്പൊ വളരെ നേരത്തെ തന്നെ നമ്മൾ പല്ല് പറിച്ച ഉടനെ നമ്മൾ വെപ്പ് പല്ല് വെക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഇതിനൊന്നും മുതിരണ്ട. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ പോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി ഒരു ക്ലിനിക്കിൽ പോവാ ആ പല്ല് അടയ്ക്കാനായിട്ട്. നമ്മൾ ഈ വേദന വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ എങ്ങാനും രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ട്, രക്തം വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മോണവീക്കത്തിന്റെ ആദ്യത്തെ സൂചനയാണ് ഈ രക്തം വരിക. അത് പിന്നെ നമ്മൾ അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഒന്നും ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മുടെ മോണ ഇളകി പോരും. മോണ ഇളകി പോരാന്ന് വെച്ചാൽ നമ്മുടെ പല്ല് ഊരിപ്പോരും. കാരണം മോണയാണ് നമ്മുടെ പല്ലിനെ എല്ലിനോട് ചേർത്ത് നിർത്തുന്നത്. അപ്പൊ മോണ ക്ഷയിച്ചു കഴിഞ്ഞാല് പല്ല് പൂ പോലെ അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പോ ഇത്തരം സൂചനകൾ നമ്മുടെ ശരീരം തരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണാം. പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഓറൽ ക്യാൻസർ ആണ്. അപ്പൊ നമ്മുടെ പൊതു ഒരു ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുകവലി, മദ്യപാനം
ആ മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോഴായിരിക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ എന്നുള്ളത്. അവർക്ക് ഉപയോഗിച്ചവർക്ക് അത് കൂടുതൽ സാധ്യതയാണ് അത് വരുന്നത്. പക്ഷേ 2 മാസം മുന്നേ ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഒരമ്മ, ഒരു 60 കഴിഞ്ഞ ഒരു അമ്മയാണ്. ആ അമ്മയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ താഴത്തെ പല്ല് ചെറിയൊരു കോറൽ ഉണ്ടായിരുന്നു, കോറും. ആ കോറുന്നത് എന്താ, സ്ഥിരമായിട്ട് നമ്മുടെ കവിളില് കോറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് രാവിയാ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തു പറ്റി, എടുത്തു വെച്ചു ആള്. അങ്ങനെ എടുത്തു വെച്ച് ഈ കവിളി ഈ പല്ലിനോട് കോറി 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 അവിടെ ഒരു അൾസർ പോലെ ഒരു മുറിവ് രൂപപ്പെട്ടു. അത് പിന്നീട് ക്രമേണ അത് വലുതായി ജനിതക മാറ്റം വന്ന് പിന്നീട് അത് ഓറൽ ക്യാൻസറിലേക്ക് എത്തിച്ചു. അപ്പൊ നമുക്ക് കുറെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കും ഈ ഓറൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം അവര് ഉപയോഗിച്ചിട്ടല്ലേ അത് വന്നതെങ്കിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. കാരണം നമുക്ക് ഈ അത്ര സുഖമില്ലല്ലോ ഈ വരുന്ന പേഷ്യൻസിനൊക്കെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോഴ്. പക്ഷെ ഈ അമ്മയുടെ കേസ് നമുക്കും ഭയങ്കര സങ്കടമായിരുന്നു, കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാണ് ആ ക്യാൻസറിലേക്ക് എത്തിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ അൾസറും ക്യാൻസർ ആവും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഓരോ വ്യക്തിക്കും ജനിതകമായിട്ട് കുറെ മാറ്റങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ നിസാരം എന്ന് വിചാരിച്ച ഈ മുറിവിൽ നിന്ന് പോലും ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വായയിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് പല്ല് തേക്കാം. നമ്മുടെ കവിളും നാക്കും ഒക്കെ ഒന്ന് നോക്കുക, പഴയ പോലെ തന്നെയല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വെളുത്ത പാടോ അല്ലെങ്കിൽ ചുവപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ, തടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. നമുക്കിപ്പോ ഒരുപാട് ക്ലിനിക്സ് ഈ ഗുരുവായൂർ റൂട്ടിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ക്ലിനിക്സിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോളേജുകൾ സൗകര്യമാണ്. PSM ഡെന്റൽ കോളേജ് ഉണ്ട് അക്കിക്കാവ്, പിന്നെ മലബാർ, ഞാൻ വർക്ക് ചെയ്യുന്ന മലബാറിലാണ്, എടപ്പാള്, അതേപോലെ തന്നെ ചാലിശ്ശേരിയിലുള്ള റോയൽ ഡെന്റൽ കോളേജ്. ഇവിടെ ഒക്കെ വാഹന സൗകര്യം ഉണ്ട്. ഒരു 7:30 മണിക്ക് നമുക്ക് ഈ കോളേജിന്റെ ഒക്കെ കോളേജ് ബസ് നമ്മുടെ കുന്നംകുളത്ത് എത്തും. അപ്പൊ ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കാരണം ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റും. ക്ലിനിക്സിനെ അപേക്ഷിച്ച് ചാർജും ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഇത്തരം സർവീസസ് ഇത്തരം കോളേജുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ആവശ്യാനുസരണം നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ മാനസിക ആരോഗ്യം. എത്ര പേര് അതിനെ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ രാവിലെ എഴുന്നേക്കും, ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും, ജോലിക്കാണെങ്കിൽ ജോലിക്ക് പോകും, മക്കളെ പറഞ്ഞ് വിടുന്നവരാണെങ്കിൽ ആ തിരക്കുകളിൽ പോവും, അവര് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നു, നമ്മൾ വീണ്ടും ബാക്കിയുള്ള പണികൾ പോകുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുന്നു, അല്ലെ? ഇതാണ് നമ്മുടെ ഒരു റുട്ടീൻ സൈക്കിള്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ നമുക്ക് നടക്കണം, പക്ഷെ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ചിലപ്പോൾ പാട്ട് കേൾക്കാനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കാനായിരിക്കും, എഴുതാനായിരിക്കും, വായിക്കാനായിരിക്കും. അങ്ങനെ എന്താണോ നമ്മുടെ ഇഷ്ടം ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. കാരണം ബാക്കിയുള്ള ദിവസത്തിലൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡാ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ശരീരം എന്ത് പറ്റും, സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോണിന് പകരം ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിക്കാനായിട്ട് ശരീരം തുടങ്ങും. നമ്മൾ ഹാപ്പി ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമുക്കുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കാം. നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം ഒക്കെ ഒരു കണക്ഷനാ. അവര് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കണില്ല എന്ന് മാത്രം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് പൊടിയുടെ അലർജി ഉണ്ട്. അപ്പോ സ്മെല്ലിലൂടെയാണ് ഞാൻ അതിനെ ചെയ്യാം. ഇപ്പൊ 2 വീടിന്റെ അപ്പുറം ആരെങ്കിലും ഒരു പ്ലാസ്റ്റിക് കത്തിച്ചു എന്ന് വിചാരിക്കാം. ആ സ്മെല്ലാണ് വീട്ടിലെ മറ്റാൾക്കാരെക്കാൾ കൂടുതൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാം. അപ്പൊ ഞാൻ ചുമയ്ക്കും. അതിന്റെ ഒരു റിഫ്ലെക്സ് എന്ന് പറയുന്ന പോലെ എന്റെ ശരീരം ചുമയ്ക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും പ്രശ്നമാണ്, നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടെന്ന്. ആ ചുമ എന്ന് പറയുന്നത് അതൊരു അസുഖത്തിന്റെ കാരണമല്ല, അത് എന്റെ ശരീരം എനിക്ക് കാണിച്ചു തരുന്ന സൂചനകളാണ്. ഇത്തരം സൂചനകളൊക്കെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അതൊക്കെ കേൾക്കണം. കുറച്ച് സമയം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാനസിക ആരോഗ്യം വളരെ വലുതാണ്, നമ്മൾ തീർച്ചയായിട്ടും അതിനെ അവഗണിക്കരുത്. പിന്നെ ആത്മീയ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ,
കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ പെരുമല തിരുമേനിയുടെ മുന്നിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ആശ്വാസം അത് നമ്മളെല്ലാവരും അനുഭവിച്ചിരുന്നവരായിരിക്കും അല്ലേ. അപ്പോ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി എപ്പോഴും കയ്യിൽ വെക്കുക. നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് എഴുതുക. അത് സാഹിത്യത്തിലൊന്നും എഴുതണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്കൊന്നും കാണിക്കണം എന്നൊന്നുമില്ല. നമുക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പരീക്ഷയാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ പഠിച്ചത് മറന്നു പോവാന്ന് വിചാരിക്കും. അതിനെപ്പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒരു മൂടൽമഞ്ഞ് പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ എഴുതും തോറും നമുക്ക് വ്യക്തത വരും, കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്കിത് മറികടക്കാം എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് മൂല്യങ്ങളും അതുപോലെ തന്നെ അറിവുകളും എനിക്ക് പറഞ്ഞു തന്ന ഒരു ഇടാണ്. അപ്പൊ അതിൽ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ +1 ഫ്രെഡി മാഷായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാഷ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അപ്പുറം ആളുടെ എക്സ്പീരിയൻസും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കേൾക്കാൻ. ഒരിക്കൽ മാഷ് ഞങ്ങളോട് ചോദിച്ചു, നമ്മൾ രാവിലെ വരും, ഞായറാഴ്ച പള്ളിയിൽ വരുന്നു, കഞ്ഞി കുടിക്കുന്നു, സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു, കുട്ടികളെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, തിരിച്ചു പോകണു. നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ കുറച്ചു നേരം ഇരുന്നിട്ട് തിരുമേനി നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളത് കേൾക്കാൻ ശ്രമിച്ചു ചോദിച്ചു. അത് പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കാത്ത ഒരു ഏരിയ ആയിരുന്നു. നമ്മൾ അത്രയൊന്നും ഡെപ്തിലൊന്നും ആ പ്രായത്തിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ഞാൻ കുറച്ച് സമയം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആളില്ലാത്തൊരു സമയമായിരിക്കും, കുറച്ചു നേരം. അപ്പോൾ കോളേജ് വിട്ട് വന്ന നേരമൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചു നേരം കുരിശുപള്ളിയിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കുരിശുപള്ളിയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണമെന്നില്ല, നമ്മുടെ മനസ്സിലൂടെ പോവും. അതിനൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. മാഷ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതെനിക്ക് വലിയൊരു തിരിച്ചറിവാണ്. അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതും കൂടെ ഓർത്തു പോവാണ്. അപ്പൊ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞൊരിടത്തു നിന്ന് എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആരോഗ്യകരമായിട്ട് ഹൃദയത്തിൽ നിന്ന് പുഞ്ചിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.